എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ 10ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിന്റെ 1ാമത്തെ അധ്യായത്തിന്റെ 1ാമത്തെ വീഡിയോയിലേക്ക് പോവുകയാണ്. പുതിയ പാഠപുസ്തകത്തിലെ 1ാമത്തെ അധ്യായം ചാപ്റ്റർ 1 അരിത്തമാറ്റിക് സീക്വൻസ് എന്നുള്ളതാണ്. അതിൽ തുടക്കത്തിലെ പറയുന്നത് എന്താണ് നമ്പർ പാറ്റേൺ. നമ്മൾ പല സംഖ്യാക്രമങ്ങളും കണ്ടിട്ടുണ്ട്. വി ഹാവ് സീൻ മെനി നമ്പർ പാറ്റേൺസ് ലൈക്ക് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1, 2, 3, 4, അടുത്ത എത്രയായിരിക്കും? 5, 6. അതായത് ആ അടുത്ത നമ്പർ ആ പാറ്റേണിൽ വരുന്ന ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 1, 2, 3, 4 എക്സെട്ര. അതുപോലെ ഈവൻ നമ്പേഴ്സ് ആകുമ്പോഴേതാണ് 2, 4, 6, 8, 2, 4, 6, 8, അടുത്ത 10 അങ്ങനെയാക്കും. ഓക്കെ. ഓഡ് നമ്പേഴ്സോ 1, 3, 5, 7 എക്സെട്ര ഓഡ് നമ്പേഴ്സ്. അപ്പോൾ അടുത്ത് 9 എക്സെട്ര. നമുക്ക് ആ പാറ്റേണിൽ അടുത്ത നമ്പേഴ്സ് പറയാൻ പറ്റും. ഓക്കെ. ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒക്കെ പകുതി എന്ന് പറഞ്ഞാൽ ഹാഫ് എടുക്കുക. അപ്പോൾ 1ന്റെ ഹാഫ് 1/2, 2ന്റെ ഹാഫ് 2/2, 3ന്റെ ഹാഫ് 3/2, 4/2, അടുത്തത് 5/2, അടുത്തത് 6/2 അങ്ങനെയാകും. അപ്പോൾ ഇങ്ങനെ നമ്പർ പാറ്റേൺസ്, ഈ രൂപത്തിലുള്ള നമ്പർ പാറ്റേൺസിനാണ് നമ്മൾ ദി പാറ്റേൺസ് ഓഫ് ദി അബൌട്ട് ടൈപ്പ് ആർ കോൾഡ് നമ്പർ സീക്വൻസസ്. ഇതെല്ലാം നമ്പർ സീക്വൻസ്. എന്താ അതിന്റെ പ്രത്യേകത? ഈ നമ്പർ സീക്വൻസിന് ഒരു പ്രത്യേക ക്രമം അനുസരിച്ചായിരിക്കും പോകുന്നത്, ഒരു റൂൾ അനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ 1ാമത്തേത്, 2ാമത്തേത്, 3ാമത്തേത് അങ്ങനെ ക്രമമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പം അടുത്ത നമ്പർ ഏത് വരും എന്ന് നമുക്ക് അതിൽ നിന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഫസ്റ്റ് 1, സെക്കൻഡ് 1, തേർഡ് 1 എന്നിങ്ങനെ ക്രമം അനുസരിച്ച് പറയാൻ പറ്റുന്ന നമ്പർ പാറ്റേണിനാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പർ 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4 അല്ലെ 2 സ്ക്വയർ, 3യുടെ സ്ക്വയർ 3 × 3 9, 4ന്റെ സ്ക്വയർ 4 × 4 16. അപ്പോൾ അടുത്തതായിരിക്കും 5 × 5 25. അപ്പോൾ അങ്ങനെ ക്രമമായിട്ട്, അതായത് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒക്കെ സ്ക്വയേഴ്സ് നമുക്ക് ക്രമമായിട്ട് പറയാൻ പറ്റും. അടുത്ത നമ്പർ ഏത് വരുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ 1ാമത്തേത്, 2ാമത്തേത്. വേറൊരു എക്സാമ്പിൾ പറയാം. സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗൺ. പോളിഗണിന്റെ ആംഗിൾസ് 3 സൈഡ്സ് ഉള്ളതാണെങ്കിൽ ട്രയാങ്കിളിന്റെ സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രി ആണ്. അതുപോലെ ക്വാഡ്രിലാറ്ററൽ ആകുമ്പോൾ 4 സൈഡ് പോളിഗൺ ആകുമ്പോൾ 360. നമുക്കറിയാം n-2 × 180. അപ്പോൾ 4 - 2 × 180, അപ്പോൾ 360. അതുപോലെ പെൻറ്റഗൺ ആകുമ്പോൾ 540, ഹെക്സഗൺ ആകുമ്പോൾ 720 അങ്ങനെ പോകും. 180 വീതം ആഡ് ചെയ്തു. 180 + 180 360, 360 + 180. അതായത് ഓരോ സൈഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് സം ഓഫ് ആംഗിൾസ് 180 വീതം ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് അടുത്ത ടേം പറയാൻ പറ്റും. അപ്പോൾ ഈ രൂപത്തിൽ ഒരു പർട്ടിക്കുലർ റൂൾ അനുസരിച്ച് 1ാമത്തേത്, 2ാമത്തേത്, 3ാമത്തേത് ഇങ്ങനെ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്ന സീക്വൻസസ് ആണ്, നമ്പർ പാറ്റേണുകളാണ് എന്ന് പറയുന്നത് സീക്വൻസ്. അപ്പോൾ എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് which are ordered as the first, second, third and so on like this according to a rule. According to some rule is called a number sequence. അപ്പോൾ ഇത്തരത്തിൽ, അതായത് ഒരു പ്രത്യേക നിയമം അനുസരിച്ച് 1ാമത്തേത്, 2ാമത്തേത്, 3ാമത്തേത് ഇങ്ങനെ ക്രമമായിട്ട് പറയാൻ പറ്റുന്ന നമ്പർ പാറ്റേണുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സീക്വൻസ് എന്ന് പറയുന്നത്. ഈ എഴുതിയിരിക്കുന്നതൊക്കെ സീക്വൻസസിന് എക്സാമ്പിൾസ് ആണ്. 1, 2, 3, 4 നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ്, ഈവൻ നമ്പേഴ്സിന്റെ സീക്വൻസ്, ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ്, ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ്, സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ്, സം ഓഫ് ആംഗിൾസ് ഓഫ് പോളിഗണിന്റെ സീക്വൻസ്. അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ സീക്വൻസ് എഴുതാം. വേറെ ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. Write down the lengths of hypotenuse of each right triangle in the picture given below. 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 1 യൂണിറ്റ് ബേസും 1 യൂണിറ്റ് ഓൾട്ടിറ്റ്യൂഡ് ആണ് ഹൈപ്പോട്ട്ന്യൂസ്. അല്ല, ഇത് എൻ്റെ ഹൈപ്പോട്ട്ന്യൂസ് ആണിത്. വീണ്ടും ഇത് ബേസും ഇത് ഓൾട്ടിറ്റ്യൂഡ് ആയിട്ട് എടുത്തിരിക്കുന്നു, അതിൻ്റെ ഹൈപ്പോട്ട്ന്യൂസ് ആണിത്. ഇത് ബേസും അത് ഓൾട്ടിറ്റ്യൂഡ് ആയിട്ട് എടുത്തിരിക്കുന്നു, അതിൻ്റെ ഹൈപ്പോട്ട്ന്യൂസ് ആണിത്. അങ്ങനെ റൈറ്റ് ട്രയാങ്കിൾസിൻ്റെ ഒരു പാറ്റേൺ ആണ് ഈ വരച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഹൈപ്പോട്ട്ന്യൂസിന്റെ ലെങ്തുകളുടെ പാറ്റേൺ ആണ് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ബേസും 1 യൂണിറ്റ് ഓൾട്ടിറ്റ്യൂഡ് ആകുമ്പോൾ ഇത് √2 യൂണിറ്റ് ആണ്. അപ്പോൾ ഇത് √2 യൂണിറ്റ്, അതായത് ഈ ലെങ്ത്. ഇനി അതുപോലെ √2 യൂണിറ്റ് ബേസും 1 യൂണിറ്റ് ഓൾട്ടിറ്റ്യൂഡും
√2 സ്ക്വയറും 1 സ്ക്വയറും 2 + 1 3 √3 എന്ന് വരും. √2 യൂണിറ്റ് ബേസും 1 യൂണിറ്റ് ഓൾട്ടിറ്റ്യൂഡ് ആകുമ്പോൾ ഹൈപ്പോട്യൂസ് ഈസ് √3. ഇനി √3 യൂണിറ്റ് ബേസും 1 യൂണിറ്റ് ഓൾട്ടിറ്റ്യൂഡ് ആകുമ്പോൾ √4. അതുപോലെ √4 യൂണിറ്റ് ബേസും 1 യൂണിറ്റ് ഓൾട്ടിറ്റ്യൂഡ് ആകുമ്പോഴോ √5. ഇത് ഇങ്ങനെ പോകും. അതായത് ഏതൊക്കെയാണ് √2, √3, √4, √5. അതായത് ഹൈപ്പോട്ടന്യൂസിന്റെ ഈ റൈറ്റ് ട്രയാങ്കിൾസിന്റെ ഒക്കെ ഹൈപ്പോട്ടന്യൂസിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ √2, √3, √4, √5 എക്സെട്ര. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾസിന്റെ ഈ പാറ്റേണിലെ റൈറ്റ് ട്രയാങ്കിൾസിന്റെ ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്തിനെ സൂചിപ്പിക്കുന്ന സീക്വൻസ് ആണിത്. ഇല്ലേ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. വേറെ എക്സാമ്പിൾ, അതായത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വേണ്ട. എങ്ങനെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് മതി? എൻഡിങ് ഇൻ 1, ഒന്നിൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ സീക്വൻസ്. അപ്പോ ഒന്നിൽ അവസാനിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ അവസാനിക്കുന്നത്, അപ്പൊ 1 വരും ആദ്യം. പിന്നെ ഏതാ വരിക? ഒന്നിൽ അവസാനിക്കുന്നത് 11, 11, 21, 31 അല്ലെ? ഇതെല്ലാം നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 ആണ്. അപ്പൊ ദിസ് ഈസ് എ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. 1, 11, 21, 31. അടുത്ത എത്രയായിരിക്കും? 41. അടുത്തത് 51. അങ്ങനെ പോകും. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കാം. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 ഡോട്ട്സ് എടുത്തിട്ടുണ്ട്, ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും. പിന്നെ 3, 3, 6 ഡോട്ട്സ് എടുക്കുമ്പോൾ മറ്റൊരു ട്രയാങ്കിൾ ഫോം ചെയ്യും. പിന്നെ 3, 3, 6, 4, 10 ഡോട്ട്സ് എടുക്കുമ്പോൾ മറ്റൊരു ഈക്വലാറ്റർ ട്രയാങ്കിൾസ് ഫോം ചെയ്യും. ഇങ്ങനെ ഈക്വലാറ്റർ ട്രയാങ്കിൾസിന് ഡോട്ട്സ് ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന ഈക്വലാറ്റർ ട്രയാങ്കിൾസിന്റെ ഒരു പാറ്റേൺ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്പർ ഓഫ് ഡോട്ട്സ്, ഓരോ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ട നമ്പർ ഓഫ് ഡോട്ട്സിനെ സൂചിപ്പിക്കുന്ന സീക്വൻസ്. അതിൽ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഫോം ചെയ്യണി എത്ര ഏതൊക്കെ വേണം നോക്കി. ഇപ്പൊ അവിടെ നോക്കി, ഇവിടെ 3 ഡോട്ട്സ് ഉണ്ട്. ഇവിടെ വരുമ്പോഴോ 6 ഡോട്ട്സ് ഉണ്ട്. ഇവിടെ വരുമ്പോഴോ 10 എണ്ണം ഉണ്ട്. 3, 3, 6, 6, 4, 10. അപ്പൊ അടുത്തതിൽ എത്ര വരണം? വീണ്ടും ഇതിനോട് ചേർത്ത് ഒരു 5 എണ്ണോടെ ചേർത്ത് വെക്കണം. അപ്പൊ 6ഉം 10ഉം 5ഉം 15 വരും. അടുത്തതോ ഇവിടെ ആദ്യത്തെ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ 3 ഡോട്ട്സ് ആണ്. രണ്ടാമത്തെ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ 3, 3, 6 ഡോട്ട്സ് വന്നു. മൂന്നാമത്തെ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ 6, 4, 10 ഡോട്ട്സ് വന്നു. അപ്പൊ അടുത്ത ട്രയാങ്കിൾ ഫോം ചെയ്യണമെങ്കിൽ 10ഉം 5ഉം 15 ഡോട്ട്സ് വേണം. വീണ്ടും അടുത്ത ട്രയാങ്കിൾ ഫോം ചെയ്യണമെങ്കിൽ 15ന്റെ കൂടെ 6 കൂട്ടി 21 ഡോട്ട്സ് വേണം. പിന്നെ അടുത്ത ഈക്വൽ ട്രയാങ്കിൾ വേണമെങ്കിൽ 21ഉം 7 ഡോട്ട്സ് കൂടി വേണം. അപ്പൊ 21, 7, 22. അപ്പൊ 21 പ്ലസ് 3 + 3 6, 6 + 4 10, 10 + 5 15, 15 + 6 21, 21 + 7 28. അപ്പോൾ these are the number of dots required to make the next 3 triangles. അതായത് 15, 21, 28. ഇത്രയും ഡോട്ട്സ് ആണ് അടുത്ത 3 ട്രയാങ്കിൾസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട നമ്പർ ഓഫ് ഡോട്ട്സ്. ക്ലിയർ ആയ പറഞ്ഞു. അപ്പൊ ഇത് ഈ ഡോട്ട്സ് ഉപയോഗിച്ച് ഈക്വൽ ട്രയാങ്കിൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന എത്ര ഡോട്ട്സ് വീതം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ട്രയാങ്കിൾസ് ഫോം ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഇത് ഒരു നമ്പർ സീക്വൻസ് ആണ്. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിളിലേക്ക് പോകാം. ഫ്രം ദി സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺ ഫൈൻഡ് ദി ഫോളോയിങ് സീക്വൻസസ്. നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ റെഗുലർ പോളിഗൺസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് റെഗുലർ പോളിഗൺസ് വരിക? 3 സൈഡുള്ള ഈക്വലാറ്റർ ട്രയാങ്കിള്, പിന്നെ സ്ക്വയർ, പിന്നെ ഏതാ റെഗുലർ പെന്റഗൺ 5 സൈഡുള്ളത്, പിന്നെ ഏതാ റെഗുലർ പെന്റഗൺ കഴിഞ്ഞാൽ റെഗുലർ ഹെക്സഗൺ. അപ്പോ സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺസ് പറയുന്നതാണ്. അപ്പൊ അതിന്റെ നമ്പർ ഓഫ് സൈഡ്സിനെ സൂചിപ്പിക്കുന്ന സീക്വൻസ് എഴുതാൻ. അപ്പോൾ ഏറ്റവും ചെറിയ റെഗുലർ പോളിഗൺ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ നമ്പർ ഓഫ് സൈഡ്സ് 3 ആണ്. പിന്നെ ഈ സ്ക്വയറിന്റെ നമ്പർ ഓഫ് സൈഡ്സ് 4 ആണ്. റെഗുലർ പെന്റഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സ് 5 ആണ് അല്ലെ. പിന്നെ റെഗുലർ ഹെക്സഗൺ ആണ് 6. അപ്പോൾ 3, 4, 5, 6, 7 എക്സെട്ര. ദിസ് ഈസ് ദി സീക്വൻസ് ഓഫ് നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് റെഗുലർ പോളിഗൺ. ഇപ്പോൾ റെഗുലർ പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സിനെ സൂചിപ്പിക്കുന്ന സീക്വൻസ് ആണിത്. സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് റെഗുലർ പോളിഗൺസ്. സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് പോളിഗൺ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഏതാ?
3 sides ആണ് 180 ഡിഗ്രി, ട്രയാങ്കിളിന്റെ 180 ഡിഗ്രി. ക്വാഡ്രിലാറ്ററൽ 4 sides ആകുമ്പോൾ സ്ക്വയർ ആകുമ്പോൾ 360 ഡിഗ്രി. 5 sides ആകുമ്പോൾ 540 ഡിഗ്രി. അപ്പോൾ 180, 360, 540 etc. are the sequence of the angles, sum of angles of a regular polygons. Okay. Sum of outer angles for any regular polygon, we know that sum of outer angle is 360 degree. ഏത് സമബഹുഭുജം എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏത് ബഹുഭുജം എടുത്തു കഴിഞ്ഞാലും അതിന്റെ സം ഓഫ് ഔട്ടർ ആംഗിൾ എപ്പോഴും 360 ആയിരിക്കും. അപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിലും 360 ആണ്, ക്വാഡ്രിലാറ്ററൽ ആണെങ്കിലും 360 ആണ്, പെന്റഗൺ ആണെങ്കിലും 360 ആണ്. അപ്പോൾ സം ഓഫ് ആംഗിൾസിനെ സൂചിപ്പിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 360, സീക്വൻസ് കൊണ്ട് 360, 360, 360 എക്സെട്ര. അതായത് 360 0 കൂട്ടി വീണ്ടും 360 0 കൂട്ടി അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ whatever may be the number of sides, sum of outer angles is always 360 degree. Okay. ഇനി one inner angle ആണെങ്കിൽ റെഗുലർ പോളിഗൺ ആണ്. അപ്പോൾ ഈ സം ഓഫ് ആംഗിൾസിനെ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ സം ഓഫ് ആംഗിൾ 180 ആണ്. അപ്പോൾ 180 by 360 ഡിഗ്രി, 360 by 4 90 ഡിഗ്രി, സ്ക്വയറിന്റെ 1 ആംഗിൾ 540 by 5 ദാറ്റ് ഈസ് 108. അപ്പോൾ 60, 90, 108, 120 എക്സെട്ര അങ്ങനെ പോകും. അതായത് one inner angle, the sequence of regular polygon having the measure of one inner angle is 60, 90, 108 etc. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് 3 ആകുമ്പോൾ 60 ഡിഗ്രി ആണ് ഇന്നർ ആംഗിൾ, നമ്പർ ഓഫ് സൈഡ്സ് 4 ആകുമ്പോൾ 90 ആണ്, നമ്പർ ഓഫ് സൈഡ്സ് 5 ആകുമ്പോൾ 108 ആണ് എക്സെട്ര. ഇനി വൺ ഔട്ടർ ആംഗിൾ എന്ന് പറയുമ്പോഴോ സം ഓഫ് ഔട്ടർ ആംഗിൾ എപ്പോഴും 360 ആണ്. അപ്പോൾ വൺ ഔട്ടർ ആംഗിൾ കാണാൻ എളുപ്പം എന്താണ് 360 ബൈ നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ ഈക്വലാറ്റർ ട്രയാങ്കിൾ ആകുമ്പോൾ 360 by 3 ദാറ്റ് ഈസ് 120 ഡിഗ്രി വരും. സ്ക്വയർ ആകുമ്പോൾ 360 by 4 അത് 90 വരും. പിന്നെ ഏതാ പെന്റഗൺ ആകുമ്പോൾ റെഗുലർ പെന്റഗൺ ആകുമ്പോൾ 360 by 5 ദാറ്റ് ഈസ് 72 ഡിഗ്രി. അതുപോലെ റെഗുലർ ഹെക്സഗൺ ആകുമ്പോൾ 360 by 6 ദാറ്റ് ഈസ് 60 ഡിഗ്രി. അപ്പോൾ 120, 90, 72 etc. This is the sequence showing one outer angle of regular polygon. അപ്പോൾ ഇതെല്ലാം എന്താണ് നമ്പർ സീക്വൻസ് ആണ്. കാരണം ഇതിനകത്തൊക്കെ ഒരു പർട്ടിക്കുലർ റൂൾ അനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. അടുത്ത നമ്പർ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അങ്ങനെ പറയുന്ന സീക്വൻസിനാണ് അങ്ങനെ പറയുന്ന നമ്പർ പാറ്റേണിനാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, another example. Write the sequence of natural numbers which leave remainder 1 on division by 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ഇതാണ്. അതുപോലെ സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ട്. നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. 2 റിമൈൻഡർ വരുന്ന നാച്ചുറൽ നമ്പേഴ്സ്. റിമൈൻഡർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് റിമൈൻഡർ 2 വരുന്ന നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വരാവുന്ന റിമൈൻഡർ 0 വരാം, 1 വരാം, 2 വരാം. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന നാച്ചുറൽ നമ്പർ ആണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ഏറ്റവും ചെറിയ നാച്ചുറൽ നമ്പർ ഏതായിരിക്കും? 1. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോഷ്യന്റ് 0, റിമൈൻഡർ 1 തന്നെ വരും. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന ആദ്യത്തെ നാച്ചുറൽ നമ്പർ 1 ആണ്. അടുത്തതോ 3യെ 3 കൊണ്ട് ഡിവിസിബിൾ. അപ്പോൾ അടുത്ത് 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4ൽ 3 ഒരു പ്രാവശ്യം, ബാക്കി 1 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സീക്വൻസ് ഓഫ് natural numbers which leaves remainder 1 on division by 3 is 1, 4, പിന്നെ ഏതാണ് 1, 4, 7, 10 etc. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്, 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ്, 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ്, 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്. അപ്പോൾ 1, 4, 7, 10 etc. So this is the sequence of natural numbers which leaves remainder 1 on division by 3. ഒരു പാർട്ട് കൂടി ഉണ്ട്, അതിൽ ഡിവിഷൻ 2 റിമൈൻഡർ വരുന്നു. അപ്പോൾ ആദ്യത്തെ ഏതായിരിക്കും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്ന ആദ്യത്തെ നമ്പർ 2 ആയിരിക്കും അല്ലേ? അപ്പോൾ സീക്വൻസ്
വിച്ച് ലീവ്സ് റിമൈൻഡർ 2 ഈസ് ആദ്യത്തത് 2, പിന്നെ ഏതാണ് 5 വരും. 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു 5 ഒരു 3 എടുത്താൽ ബാക്കി 2. അതുപോലെ 8 നിന്ന് 2 3 എടുക്കാം, 6 വരും, ബാക്കി 2. 11 നിന്ന് 3 3 എടുക്കാം, 3 9, ബാക്കി 2. അപ്പോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ് 2, 5, 8, 11 എക്സെട്ര. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സ് ആണ് 1, 4, 7, 10 എക്സെട്ര. ഇവിടെ ഒക്കെ നോക്കിയേ, 1 കഴിഞ്ഞാൽ പിന്നെ 1 + 3 4, 4 + 3 7, 7 + 3 10. ഇവിടെ ഏതാണ് 2 + 3 5, 5 + 3 8, 8 + 3 11. ഇങ്ങനെ അതായത് ഒരു പർട്ടിക്കുലർ റൂൾ അനുസരിച്ച് ഇതിന്റെയൊക്കെ സീക്വൻസിന്റെ ഒക്കെ അടുത്ത 2 നമ്പർ പറയാം, അടുത്ത നമ്പേഴ്സ് പറയാൻ പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് ഇങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന നമ്പർ പാറ്റേണുകളാണ് സീക്വൻസ്. അപ്പോൾ ഇതിന്റെ ബാക്കി പ്രത്യേകതകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.